ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ 16 പകൽ 11:21 കർക്കടക സംക്രാന്തിയാണ്. അതായത് സൂര്യൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഈ കർക്കടക രവിസംക്രമത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേക ഫലങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാശിചക്രത്തിൽ 12 രാശികളുണ്ട്. ഈ 12 രാശികളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നു എങ്കിലും 2 രാശികളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് മകരം രാശിയിലും അതുപോലെ കർക്കിടക രാശിയിലും. ഈ മകരം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ മകരസംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മകരസംക്രാന്തി ദിനം മുതൽ മിഥുനം രാശി വരെ ഉള്ള ആ രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് നമ്മൾ ഉത്തരായന കാലം എന്ന് പറയുന്നത്. ഈ ഉത്തരായന കാലം എന്ന് പറയുമ്പോൾ പൊതുവെ ദേവന്മാരുടെ പകൽ സമയമാണ്. ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയാം. അത്തരം ഒരു പ്രത്യേകത ആ ഉത്തരായന കാലത്തുണ്ട്. അതേസമയം സൂര്യൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നതിന് നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയും. അങ്ങനെ സൂര്യൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന ദിനം തൊട്ട് ധനുരാശി വരെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്തെയാണ്, ആ കാലത്തെയാണ് നമ്മൾ ദക്ഷിണായന കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയമാണ്. അപ്പോൾ ദേവന്മാർ നിദ്രയിൽ വരുന്ന സമയമാണ്, ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ച് കർക്കിടക രാശി മുതൽ ഉള്ള ഒരു 4 മാസം, കർക്കിടക മാസം മുതലുള്ള 4 മാസം പൂർണ്ണമായിട്ടും ദേവന്മാർ നിദ്രയിലായിരിക്കും. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഈശ്വര ചിന്ത കൂട്ടേണ്ടത്. അതുപോലെ അന്യർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സഹായം ചെയ്യേണ്ടത്, അന്നദാനം, അതുപോലെ നമ്മൾ ഈ മറ്റ് ആതുര സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ഈ സമയത്ത് നടത്തുന്നത് വളരെ ഗുണമുണ്ടാക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പൊതുവേ നമ്മൾ 2024 ജൂലൈ 16 പകൽ 11:21 AM സൂര്യൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. അതായത് കർക്കിടക സംക്രാന്തി, അതായത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭം. അപ്പം ഈ കർക്കിടക രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ്റെ രാശി എന്ന് പറയുമ്പോൾ അതൊരു ജലതത്വ രാശിയാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മാതാവിനെയാണ് കാണിക്കുന്നത്. മാതാവിൻ്റെയും മനസ്സിൻ്റെയും മനോവ്യാപാരത്തിൻ്റെയും നമ്മുടെ കരുണ, ദയ, ആർദ്രത ഇവയുടെയൊക്കെ ഗ്രഹമാണ്. അതുപോലെ സ്ത്രൈണ ഗുണങ്ങളുടെ ഗ്രഹമാണ്, സത്വഗുണങ്ങളുടെ ഗ്രഹമാണ്. രാത്രിയിലെ പ്രകാശത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ചന്ദ്രനെ കൊണ്ടാണ്. അതുപോലെ സൂര്യനാണെങ്കിൽ പിതാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. ആത്മാവിനെയും സൂചിപ്പിക്കുന്നു. ഇപ്പം സർക്കാരിനെ സൂചിപ്പിക്കുന്നു, ഉയർന്ന അധികാരത്തെ സൂചിപ്പിക്കുന്നു, ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിനെയും ഈ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ ന്യായബോധം, സദാചാര നിരത, നമ്മൾ വൈദ്യം, അതുപോലെ പകൽ സമയത്ത് വെളിച്ചം, ഇവയൊക്കെ നമ്മൾ സൂര്യനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ചൂട്, ഇവയൊക്കെ നമ്മൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടക രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പിതാവ് മാതാവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ആ ചന്ദ്രൻ്റെ ഭവനത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. അതായത് ആത്മീയ പ്രകാശവുമായിട്ട് സൂര്യൻ ആ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാ വ്യക്തികളുടെയും മനസ്സ് ശുദ്ധീകരണത്തിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം. കാരണം സൂര്യനും പ്രകാശത്തിൻ്റെ ഒരു ഗ്രഹമാണ്, ചന്ദ്രനും അതുപോലെ രാത്രിയിലെ പ്രകാശത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ഒരു പ്രകാശഗ്രഹം മറ്റൊരു പ്രകാശ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് സ്വാർത്ഥത കുറയും, സ്വാർത്ഥ ചിന്തയൊക്കെ കുറയും, ആത്മജ്ഞാനമൊക്കെ കൂടും. മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ
മെല്ലെ പുറത്തു വരുന്ന സമയം എന്ന് പറയാം. കാരണം സൂര്യൻ പ്രകാശമായിട്ട് വരുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ പുറത്തു വരും. അപ്പം നല്ല അനുഭവങ്ങളും നല്ല വികാരങ്ങളുമാണ് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്, അത് പുറത്തു വരുന്നത് എങ്കിൽ അതുകൊണ്ട് നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും. മറിച്ച് തെറ്റായിട്ടുള്ള ചിന്തകളും അതുപോലെ മോശപ്പെട്ട വികാരങ്ങളും അനുഭവങ്ങളാണ് ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ, മോശപ്പെട്ട ഒരു അനുഭവങ്ങളായിരിക്കും ഈ സമയത്ത് അത്തരത്തിലുള്ള ചിന്തകളുള്ളവരുടെ ഭാഗത്തുണ്ടാകുന്നു. അപ്പം പൊതുവെ എന്തെങ്കിലും തെറ്റുകൾ വന്നാലും ആ തെറ്റുകൾ തിരുത്തി പോകുന്നതിനുള്ള ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് ഈ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെയായിരിക്കും ഓരോ കുറുകാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നോക്കാം ചിങ്ങക്കുറുകാരെയും ചിങ്ങ ലഗ്നക്കാരെയും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനുമാണ്, ലഗ്നരാശ്യാധിപനുമാണ്. ഇപ്പം ലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അതായത് ഒരു മാസം ആ സൂര്യൻ 12-ാം ഭാവരാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ബുധനാണെങ്കിൽ ജൂലൈ 18 വരെ ആ 12-ലുണ്ട്. അതുപോലെ ശുക്രനും ജൂലൈ 30 വരെ ആ 12-ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ഒരു ഗ്രഹം രാശിയുടെ 12-ൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ വിദേശ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിലോ വിദേശത്ത് പഠനമോ വിദേശത്ത് ബിസിനസ്സോ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിലും പഠനവും ബിസിനസ്സും ഒക്കെ വിദേശത്ത് നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം. വിദേശ ബന്ധം വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അതേസമയം ശുക്രനും രവിയും 12 നിൽക്കുന്നത് പലതരത്തിലുള്ള സുഖച്ചെലവ് ഈ സമയത്ത് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ പൊതുവെ ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് തൊഴിൽ ചിലപ്പോൾ ദൂരസ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലിൽ ഒരു സുഖക്കുറവിനോ ഒക്കെ ഈ 12-ലെ ശുക്രൻ്റെയും രവിയുടെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്യരെ സഹായിക്കുന്നതിനും പൊതുവെ ആതുര സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ താല്പര്യം കൊടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുവെ ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൂടുന്ന സമയം എന്ന് പറയാം. അതുപോലെ മാനസിക സ്ട്രെസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള മാനസികമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ആത്മീയ ചിന്ത കൂട്ടുകയും ധ്യാനം, യോഗ ഇത്യാദി മേഖലകളിലൊക്കെ ഇത്യാദി പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ അത് സഹായകമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പൊതുവെ മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അവരുടെ വീട് മാറുന്നതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൂരെ താമസിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കുജനും അതുപോലെ വക്രശനിയും ഒക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടാകാവുന്ന വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വർക്കിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ച്, ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, വെൽഡിംഗ് പ്രവർത്തനം നടത്തുന്നവർ, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നു അത്തരക്കാരൊക്കെ പ്രത്യേകിച്ച് ജന്മരാശിയിൽ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് കൊണ്ട് ഒരു ശ്രദ്ധ വേണം. ചെറിയ ഇഞ്ചുറി ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. മുറിവ്, ചിലപ്പോൾ പൊള്ളൽ, ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. സൂര്യൻ ജന്മരാശ്യാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഈ ചിലർക്ക് ഈ സാൻമാർഗികമല്ലാത്ത അല്ലെങ്കിൽ സദാചാരത്തിന് വിരുദ്ധമായിട്ടുള്ള, ധർമ്മനിഷ്ഠയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുവഴി
ചിലപ്പോൾ മറ്റുള്ളവരാലൊക്കെ ഒറ്റപ്പെടുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. നമ്മളിൽ ഒരു മോശ പ്രവർത്തനം വരുമ്പോൾ നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പം വരാം. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാനൊക്കെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്ക് പാദങ്ങളിലോ കണങ്കാലിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ, ഈ മസ്കുലർ ആയിട്ടുള്ള പെയിൻ, ഇവയൊക്കെ ചിലപ്പോൾ മസ്കുലർ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ സൂര്യൻ്റെ 12ാം ഭാവ രാശിയിലെ സ്ഥിതി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രവിയും ശുക്രനും ഒക്കെ തന്നെ 6ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗസ്ഥാനമാണ്. 6ൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് പ്ലേസിൽ, ഈ തൊഴിലിടത്തൊക്കെ ശത്രുക്കൾ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഈ തൊഴിലിടത്തൊക്കെ അല്പം നമ്മൾ ഒരു ജാഗ്രതയൊക്കെ വേണം. ചിലപ്പോൾ മറ്റ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. അതുപോലെ അതേസമയം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അവർക്കൊക്കെ ഈ സമയം 6ൽ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഗുണം ചെയ്യും. അതുപോലെ കുടുംബജീവിതം, ദാമ്പത്യ ബന്ധമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം അതിൽ ഒരു സുഖം വരണമെന്നില്ല. ഇപ്പോൾ പാരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും, അതായത് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ 12ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ഒരു മാസം ആ സൂര്യൻ 11ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ ജൂലൈ 18 വരെ ബുധൻ 11ാം ഭാവരാശിയിലുണ്ട്. ജൂലൈ 30 വരെ ശുക്രനും ആ 11ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ ഈ ജൂലൈ 19 ആവുമ്പോൾ ഈ ജന്മരാശാധിപനായിട്ടുള്ള ബുധനും ആ 12ലേക്ക് രാശി മാറുന്ന സമയവും കൂടെയാണ്. അപ്പോൾ 11ാം ഭാവം പൊതുവെ ഇച്ഛാപൂർത്തി സ്ഥാനമാണ്, നേട്ടങ്ങളുടെ സ്ഥാനമാണ്. അപ്പം നഷ്ടസാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടസാധ്യതയുള്ള ഏത് സംരംഭങ്ങളെയും ലാഭകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിൽ ഒരു ലാഭനേട്ടം അല്ലെങ്കിൽ ഒരു ഗുണാനുഭവം അതുകൊണ്ടുണ്ടാകണമെന്നില്ല. എങ്കിലും നഷ്ടസാധ്യത മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ പൊതുവെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ദീർഘകാല ലക്ഷ്യങ്ങൾ സാധിക്കുന്ന ചിലർക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നമ്മൾ മനസ്സിൽ വച്ചുകൊണ്ട് നടന്ന ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. കാരണം 11ാം ഭാവരാശിയിൽ സൂര്യനുണ്ട്, ബുധനുണ്ട്, അതുപോലെ ശുക്രനുമുണ്ട്. അപ്പോൾ പൊതുവെ അതുപോലെ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം, അവർ മുഖാന്തരമൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായം ഈ സമയത്തുണ്ടാകും. എങ്കിലും ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഒരു ഉപദ്രവം നമ്മൾ കാണാതെ പോകരുത് ഈ സമയത്ത്. അപ്പോൾ പൊതുവെ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടാതെ വന്ന പണം എന്തെങ്കിലുമൊക്കെ കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുടിശ്ശികയൊക്കെ ഈ 11ലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്തു പോകുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക. നമ്മൾ ഒറ്റയായിട്ടല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളും സംരംഭങ്ങളും ഒക്കെ നടത്തി പോകുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. അതുപോലെ നമ്മൾ ഈ വരവിനനുസരിച്ച് ചെലവ് കൂടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി ധനനഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ധനച്ചെലവോ നമ്മൾ ചിലപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. 12ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12ലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ക്രമേണ ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു ശമനം ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ ശുക്രൻ്റെ ഈ 11ലെ സ്ഥിതി
അത് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. അതേസമയം എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു കരുതൽ വേണം. അവയൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പല അപവാദങ്ങൾ ചിലപ്പോൾ അത് മുഖാന്തരം ഉണ്ടാകാം. അതുകൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള ഏത് സൗഹൃദവും ഒരു പരിധി വിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. രവിയും ശുക്രനും അതുപോലെ ഗുരുവൊക്കെ 5ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ പൊതുവെ താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പുണ്യ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനോ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് അവരുടെ ഇഷ്ട വിഷയങ്ങളിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമെന്ന് പറയാം. അതുപോലെ നമ്മൾ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഗ്രഹസ്ഥിതി അനുകൂലമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രണയബന്ധമൊക്കെ ഉണ്ടാകും, എങ്കിലും അത് സ്മൂത്ത് ആകണമെന്നില്ല. സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 5ൽ വരുന്നുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ആയതുകൊണ്ട് ഭാഗ്യസ്ഥാനത്തും, അതുപോലെ ഈ ഭാഗ്യഭാവാധിപനായ ശുക്രൻ 11ലൊക്കെ വരുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുക. അതുപോലെ 8ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഗുരുവുമായിട്ട് യോഗം വരുന്ന സമയവും രവിയും ശുക്രനുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. എങ്കിലും അവ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ കർക്കിടക രവി സംക്രമത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്താകുമെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ സൂര്യൻ എന്ന് പറയുന്നത് 11ാം ഭാവാധിപനാണ്. ഈ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 10ാം ഭാവരാശിയിൽ സൂര്യൻ 1 മാസം ഉണ്ടാവും. മാത്രമല്ല 10ാം ഭാവരാശിയിൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നുണ്ട്. അതുപോലെ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനും ആ 10ാം ഭാവരാശിയിൽ ജൂലൈ 30 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം സൂര്യൻ്റെ ഈ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും. തൊഴിലിൽ ഉയർച്ചയ്ക്കോ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ തൊഴിലിടത്ത് അംഗീകാരമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിലിടത്തൊക്കെ കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി, അവരുടെയൊക്കെ പ്രോത്സാഹനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിൽ നേതൃതലത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. 10ലാണ് ആ സൂര്യൻ വരുന്നത്. അതുപോലെ ഈ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തൊഴിലിൽ നേട്ടം ഉണ്ടാകും. അവരെ കൊണ്ട് ഈ കൂറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ സഹായം ജ്യേഷ്ഠ സഹോദരങ്ങളെ കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ സർവീസിലുള്ളവർക്ക് ശമ്പള കുടിശ്ശിക ഉണ്ടെങ്കിൽ അവ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫീൽഡിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നേതൃതലത്തിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സ്ഥാനമാനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ബിസിനസ്സുകാർക്ക് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ രവിയും ശുക്രൻ്റെയൊക്കെ 10ലെ സ്ഥിതി അതിനൊക്കെ വഴിയൊരുക്കുമെന്ന് തന്നെ പറയാം. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് പോകുന്നവർക്ക് പൊതുവെ തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ അംഗീകാരം ഉണ്ടാകും. തൊഴിൽ വഴി സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ ഗുരു അതുപോലെ ഈ രവിയും ശുക്രനും ഗുരുവും ഒക്കെ തന്നെ 4ാം ഭാവരാശിയിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പം 4ാം ഭാവത്തിൽ ഈ 3 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടം ഉണ്ടാകും. ലാൻഡഡ് പ്രോപ്പർട്ടി ഉള്ളവർക്ക് ആ പ്രോപ്പർട്ടി വഴി, കൃഷി വഴി, റെൻ്റൽ ഇൻകം വഴിയൊക്കെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ തന്നെ വീട്, വാഹനം, വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പൊതുവെ അനുകൂല സമയമാണ്.
പഠിതാക്കൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഗുരു ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി 4 വരുന്നത് കൊണ്ട് ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാകും. കുടുംബ അന്തരീക്ഷമൊക്കെ സുഖകരമാകും. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകും. പൊതുവെ നമുക്കെല്ലാം ഉണ്ടാകും. എങ്കിലും മാനസികമായിട്ട് ചിലപ്പോൾ ഒരു ടെൻഷൻ, ഒരു സമാധാനക്കുറവ്, അത് പ്രത്യേകിച്ച് ഈ 4 സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലിൽ വലിയ നേട്ടം ഉണ്ടാകും. കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അതേസമയം സൂര്യൻ്റെ ദൃഷ്ടി ഈ 4 വരുന്നത് കൊണ്ട് ചെറിയ ടെൻഷന് ഈ കുറുകാർക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ കർക്കിടക രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ 10ാം ഭാവാധിപതിയാണ്. ആ 10ാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 ഭാഗ്യസ്ഥാനത്തേക്ക് 9ലേക്കാണ് രാശി മാറുന്നത്. ഒരു മാസം സൂര്യൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് 18 വരെ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ജൂലൈ 30 വരെ ശുക്രനും ആ ഭാഗ്യസ്ഥാനത്ത് ഉള്ള സമയമാണ്. അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ 9ാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകളുണ്ടാകാം. ചിലർക്ക് തൊഴിൽ സ്ഥലത്ത് നിന്ന് ഉയർന്ന പഠനത്തിനോ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർക്ക് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പിതാവിൻ്റെ തൊഴിലിന് സമാനമായിട്ടുള്ള തൊഴിൽ, അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രൊഫഷൻ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തൊഴിലിൽ പിതാവിൻ്റെ സ്വാധീനം ഈ സമയത്ത് കൂടുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പൊതുവെ ഒരു കർമ്മഭാഗ്യം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ സർക്കാർ സർവീസുള്ളവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ അധ്യാപകരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിരിക്കും. ഉന്നത പഠനം, തൊഴിൽ, അതുപോലെ ഇവയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അപ്പോൾ ആ സൂര്യൻ്റെ രാശിമാറ്റം അതിന് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 9ൽ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് ആത്മീയ സാധന കൂടുന്നതിനും ആത്മീയ ഗുരുക്കന്മാരെ കണ്ടെത്തുന്നതിനും ആത്മജ്ഞാനം ഉണ്ടാകുന്നതിനും പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ആത്യന്തിക സത്യം മനസ്സിലാക്കുന്നതിനുമൊക്കെ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ കുറുകാരുടെ ഇന്നർ സ്പേസ് വികസിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. അതുവഴി ഒരു ആനന്ദമൊക്കെ അവർക്ക് കണ്ടെത്താനാകും. അതുപോലെ ഗുരു 7ലും 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്തുമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴിയൊക്കെ ഒരു ഭാഗ്യാനുഭവം ഈ സമയത്തുണ്ടാകും. വിദേശ യാത്രകൾക്ക് യോഗം കാണുന്നു. രവിയും ശുക്രനും ഗുരുവും ഒക്കെ 3ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു കോൺഫിഡൻസ് ലെവൽ ഈ കുറുകാരുടെ ഭാഗത്ത് ഉയരുന്ന സാഹചര്യമാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, അതുപോലെ സംഗീതജ്ഞർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. മനസ്സ് നിറയെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ചിന്തകൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ തൊഴിൽ പഠിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, ഈ പുത്തൻ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.
മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.